നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ മരിച്ചു. ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. വൈദ്യുതാഘാതമേറ്റ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ 3 മരണം. പാറക്കണ്ണിയിൽ പിതാവും മകനും കൃഷിയിടത്തിൽ മോട്ടോറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. ഒടമലയിൽ ചക്ക പറിക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. നിപ്പ ഭീതി തുടരുമ്പോൾ ആശങ്കയായി വവ്വാൽ കൂട്ടങ്ങൾ. തച്ചനാട്ടുകര കിഴക്കുംപുറം ഗ്രാമത്തിൽ വർഷങ്ങളായി തമ്പടിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വവ്വാലുകൾ. നെല്ലായ വളയം മുച്ചിയിലും വവ്വാൽ ശല്യം. നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. നെൽവയൽ നികത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് KSKTU പാലക്കാട് ജില്ലാ സമ്മേളനം. ലൈഫ് ഭവന പദ്ധതി കാര്യക്ഷമമാക്കണമെന്നും ആവശ്യം. ശ്രീകൃഷ്ണപുരത്ത് നടന്നു വന്ന സമ്മേളനം സമാപിച്ചു. കുമരമ്പത്തൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചെട്ടിക്കാട് അരിയൂർ തോടിന് കുറുകെ പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. മഴ പെയ്താൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നേരിടുന്നത് വലിയ യാത്രാക്ലേശം. പലതവണ സർവേ നടത്തിയിട്ടും പാലം നിർമ്മാണം വാഗ്ദാനത്തിൽ ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി. ഒരു പാർട്ടിയുടെയും നേതാവിന്റെയും തലയിൽ കെട്ടിവെക്കുന്നത് രാഷ്ട്രീയ സദാചാരമല്ലെന്ന് NCP സംസ്ഥാന ട്രഷറർ PY കുഞ്ഞുമോൻ. ഒരു മുന്നണി സംവിധാനത്തിൽ വിജയം പോലെ പരാജയവും പങ്കിടണം. വിശദമായ വാർത്തകളിലേക്ക്. നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആയിരിക്കെയാണ് മരണപ്പെട്ടത്. ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. 10 ദിവസം മുമ്പാണ് കുട്ടിക്ക് പനി ബാധിച്ചത്. ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിൽ കാണിച്ചു. പിന്നീട് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലും കോഴിക്കോട് മിംസ് ആശുപത്രിയിലും ചികിത്സിച്ചു. ശനിയാഴ്ചയാണ് കുട്ടിക്ക് നിപ്പ ബാധയെന്ന് സ്ഥിരീകരിച്ചത്. ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരുന്നു. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യനില ഗുരുതരമായ കുട്ടിക്ക് ഹൃദയാഘാതമുണ്ടായി ഞായറാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത്. ഓസ്ട്രേലിയയിൽ നിന്നും മോണോക്ലോണൽ ആന്റിബോഡി മരുന്ന് എത്തിക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. അതേസമയം സമ്പർക്ക പട്ടികയിലുള്ള 2 പേർക്ക് രോഗലക്ഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിപ്പ മരണം സംഭവിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം കർശനമാക്കി. ഏറ്റവും സങ്കടകരമായ കാര്യമാണ് നമ്മുടെ 14 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. ഇന്ന് രാവിലെ 10:50 ഒരു മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. ഇന്നലെ ഈ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത്. കോൺഷ്യസ് ആയിരുന്നില്ല. ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു. അതുകൂടാതെ 10:50 ആയപ്പോൾ മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഏറ്റവും സങ്കടം ഉള്ള, വിഷമമുള്ള, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 11:20 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും പ്രോട്ടോക്കോൾ ഓൾറെഡി നേരത്തെ തന്നെ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക. അതിൽ രാജ്യാന്തര തലത്തിൽ തന്നെയുള്ളൊരു പ്രോട്ടോക്കോളാണ് അതിലുള്ളത്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക. അതെല്ലാം വീട്ടുകാരുമായിട്ട് കൂടി, അവരുടെ അച്ഛനും അമ്മ, അതുപോലെ അച്ഛൻ്റെ സഹോദരൻ, കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ കൂടി എന്താണ് അവരുടെ താല്പര്യം കൂടി അറിഞ്ഞിട്ട് ആയിരിക്കും ചെയ്യുക. സംസ്കാര ചടങ്ങുകൾ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺമാരുമായിട്ടുമൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ നല്ല നിലയിൽ ഇന്നലെ തന്നെ പഞ്ചായത്തുകളിൽ അവർ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ മറ്റൊരു വിഷയമുള്ളത്, ഈ പഞ്ചായത്തിനോട് ചേർന്ന് ഇപ്പോൾ പാണ്ടിക്കാട് നിന്നും ആനക്കയത്തു നിന്നൊക്കെ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് പോകുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ അത് സംബന്ധിച്ച് ഇന്ന് ഞായറാഴ്ച ആയിരുന്നത് കൊണ്ടാണ് അത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിൽ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഇന്നിപ്പോൾ വൈകുന്നേരം അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഈ കാര്യങ്ങൾ കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഈ പറഞ്ഞതുപോലെ പ്രോട്ടോക്കോൾ പ്രകാരം ആ ഉത്തരവുകളിൽ കുറച്ചുകൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് കളക്ടർ ഉത്തരവിറക്കും. 3 പേരാണ് അവിടെ ഉള്ളത് ഐസൊലേഷനിൽ. പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള 4 പേർ അഡ്മിറ്റഡാണ്. അതിൽ ഒരാൾക്ക് ICU സപ്പോർട്ട് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു.
അവരെ പരിശോധന ഫലം എപ്പോഴത്തേക്ക് എത്തുമായിരിക്കും? ഒരു ഉച്ച ആവും. അവർക്ക് ഒരു വൈറൽ പനി അവർക്ക് സ്ഥിരീകരിച്ചിരുന്നു ഒരാൾക്ക്. അപ്പോൾ ഇതാണ് എന്നുള്ളത് ഡോക്ടേഴ്സ് കരുതുന്നില്ല. എന്നിരുന്നാൽ പോലും ഇതല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നമ്മുടെ ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഭയക്കേണ്ടതില്ല, ഭയപ്പെടരുത്. ഏതെങ്കിലും തരത്തിൽ, കാരണം നമുക്ക് സിംറ്റംസ് ഉള്ളവർ തന്നെ ഇല്ല എന്നുള്ളത് വളരെ കുറവാണെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം ലാസ്റ്റ് കോണ്ടാക്റ്റിന് ശേഷം ഇത്രയും ദിവസങ്ങൾ എടുത്തല്ലോ. ഇപ്പോൾ സ്കൂളിൽ തന്നെ 11-ാം തീയതിയാണ് ഈ മോൻ പോയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇത്രയും ദിവസങ്ങളായിട്ടുണ്ട്. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് സിംറ്റംസ് വലുതായിട്ട് ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. നമുക്ക് ഈ എല്ലാവരെയും സാമ്പിൾ ഹൈ റിസ്ക് ഉള്ളവരെ എടുക്കും. രോഗലക്ഷണങ്ങളുള്ളവരെയാണ് ആദ്യം സാമ്പിൾ എടുക്കുന്നത്. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പാറക്കണ്ണിയിൽ പിതാവും മകനും വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. പാടത്തെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച മോട്ടോറിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത്. ആലിപ്പറമ്പ് കാവുണ്ടത്ത് മുഹമ്മദ് അഷ്റഫിന്റെ മകൻ മുഹമ്മദ് അമീൻ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. പാടത്തെ കൃഷിയിടത്തിൽ ഷോക്കേറ്റ് കിടക്കുകയായിരുന്ന പിതാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മകൻ മുഹമ്മദ് അമീനും ഷോക്കേറ്റത്. ഇരുവരെയും പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വൈദ്യുതിയാഘാതമേറ്റ് ഞായറാഴ്ച ദിവസം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ 3 പേരാണ് മരണപ്പെട്ടത്. ഒടമലയിൽ യുവാവ് ചക്ക പറിക്കുന്നതിനിടെ ഇരുമ്പ് തോട്ടി വൈദ്യുതി പ്രവഹിക്കുന്ന ലൈൻ കമ്പിയിൽ തട്ടി രാവിലെ മരണപ്പെട്ടിരുന്നു. പെരിന്തൽമണ്ണ ഒടമലയിൽ യുവാവ് വൈദ്യുതിയാഘാതമേറ്റ് മരിച്ചു. ഒടമല പടിഞ്ഞാറേക്കുളമ്പ് വട്ടപ്പറമ്പിൽ ഉണ്ണിയൻകുട്ടിയുടെ മകൻ കുഞ്ഞു മുഹമ്മദ് എന്ന മാനുവാണ് മരിച്ചത്. അയൽവീട്ടിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുമ്പോൾ ഇലക്ട്രിക് ലൈൻ കമ്പിയിൽ തട്ടിയാണ് അപകടമുണ്ടായത്. ഞായറാഴ്ച രാവിലെ 9:30 മണിയോടെയാണ് സംഭവം. ഉടനെ പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഏറെക്കാലം പ്രവാസ ജീവിതം നയിച്ച കുഞ്ഞു മുഹമ്മദ് നാട്ടിലെത്തി വിവിധ ജോലികൾ ചെയ്തു വരികയായിരുന്നു. ഖദീജയാണ് മാതാവ്. ഭാര്യ അസ്മ, നാദിയ, മുസ്തഫ, സൻഹ, 1.5 മാസമായ പെൺകുട്ടി എന്നിവർ മക്കളാണ്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ഭീതി ഉയരുമ്പോൾ ആശങ്കയിലാണ് തച്ചനാട്ടുകര കിഴക്കുംപുറം ഗ്രാമം. പ്രദേശത്ത് വീടുകളുടെ സമീപത്തെ മരങ്ങൾ നിറയെ വവ്വാലുകളാണ്. 8 വർഷത്തോളമായി വവ്വാലുകൾ ഇവിടെ സ്ഥിരമായുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് DMOയെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. പകൽ മുഴുവൻ ചെവി തുളയ്ക്കുന്ന ശബ്ദം. രാത്രിയിൽ വീടുകളുടെ അകത്തേക്ക് വരെ പറന്നെത്തും വവ്വാലുകൾ. തച്ചനാട്ടുകര കിഴക്കുംപുറം ഗ്രാമവാസികൾ വവ്വാലുകളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് വർഷം 8 കഴിഞ്ഞു. ഇപ്പോൾ പാണ്ടിക്കാട് നിപ്പ സ്ഥിരീകരിച്ചതോടെ ഗ്രാമവാസികൾ വലിയ ഭീതിയിലാണ്. പ്രദേശത്തെ മിക്ക മരങ്ങളിലും ഇലകളേക്കാൾ കൂടുതൽ വവ്വാലുകളാണ് തൂങ്ങി നിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണെന്ന് പ്രദേശവാസിയായ സാദിഖ് തിട്ടുമ്മൽ പറഞ്ഞു. രാത്രിക്ക് ഭയങ്കര ശല്യമുണ്ട് വീട്ടിൽ. പിന്നെ നമ്മളെ കിണറുകളുണ്ട്, അതിലൊക്കെ ഇവർ പറന്ന് പോകുമ്പോൾ അതിൻ്റെ കാഷ്ടവും ഇതൊക്കെ അതിൽ വീഴുന്നുണ്ട്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ നിപ്പയുടെ പ്രശ്നം വന്നപ്പോഴാണ് ഇത് കുറച്ച് ഗൗരവത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായി വവ്വാലുകൾ ഈ രീതിയിൽ പ്രദേശത്തെ മരങ്ങളിലുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ഇവയുടെ എണ്ണം വ്യാപിച്ചു വരികയാണെന്നും നാട്ടുകാർ പറഞ്ഞു. നിലവിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തുകാരുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും തയ്യാറാവണമെന്ന് നാട്ടുകാരനായ റഷീദ് കിഴക്കുംപുറം ആവശ്യപ്പെട്ടു. വിഷയം DMOയെ ഇമെയിൽ മുഖേന അറിയിച്ചിട്ടുണ്ടെന്നും റഷീദ് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും കേരളത്തിലെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള പാണ്ടിക്കാട് കഴിഞ്ഞ ദിവസം നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിൽ ആശങ്ക എല്ലാ മലയാളികൾക്കും ഉള്ളതുപോലെ ഈ പ്രദേശത്തെ ആളുകൾക്കുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ ഈ 2-3 വീടിന് മുന്നിലും പിറവുമായി കൊണ്ട് ആയിരക്കണക്കിന് വവ്വാലുകൾ കൂട്ടം കൂടിയിരിക്കുന്നത്. ഇത് ജനങ്ങളിൽ വലിയ പ്രയാസവും ആശങ്കയുണ്ട്. വവ്വാലുകൾ കൂട്ടമായി വവ്വാലുകളാണ് ഇതിന് കാരണമെന്ന് പലപ്പോഴും പറയപ്പെടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വവ്വാലുകളെ ഇവിടുന്ന് നീക്കം ചെയ്യാൻ അടിയന്തരമായി കൊണ്ട് ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഇവിടുത്തെ ആരോഗ്യ വകുപ്പും ഇടപെടണമെന്നാണ് പറയാനുള്ളത്. എന്നാൽ നിലവിൽ പ്രദേശത്ത് ആശങ്കയ്ക്ക് വകയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും അറിയിച്ചു. എങ്കിലും വിഷയത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ഇരുവിഭാഗവും. നെല്ലായ വളയംമുച്ചിയിലുമുണ്ട് വവ്വാലുകൾ വാസസ്ഥലമാക്കിയ ഒരിടം. പ്രദേശത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ ആവാസ കേന്ദ്രമാക്കിയിരിക്കുന്നത്.
നിപ്പ വീണ്ടും റിപ്പോർട്ട് ചെയ്തതോടെ ഈ വവ്വാൽ കൂട്ടം ഭീതി ഉയർത്തുന്നുണ്ട് പ്രദേശത്തുകാർക്ക്. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് വളയംമുച്ചി പ്രദേശത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലെ മരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് തൂങ്ങിയാടുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ കാലങ്ങളായി കാണപ്പെടുന്നതാണ് ഈ വവ്വാലുകൾ. സംസ്ഥാനത്ത് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരവധി വീടുകളും ജലസ്രോതസ്സുകളും കൃഷിയിടങ്ങളുമുള്ള പ്രദേശത്ത് ഇത്രയധികം വവ്വാലുകൾ കാണപ്പെടുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ വവ്വാലുകൾ തമ്പടിച്ചിരിക്കുന്നത് അപകടകരമാണെന്നും അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസിയായ രായിൻ കീഴ്ശ്ശേരി പറഞ്ഞു. നെല്ലായ പഞ്ചായത്തിലെ 3-ാം വാർഡ് ഇരുമ്പാലശ്ശേരി വളയംമൂച്ചി ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണിത്. തൊട്ട് 5 സെൻറ്റിലും 3 സെൻറ്റിലും ഒക്കെ നിറയെ വീടുകളുള്ള ഒരു പ്രദേശമാണിത്. PW റോഡിൻ്റെ സൈഡിലാണ്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ വവ്വാലുകളുടെ കേന്ദ്രമായ ഈ സ്ഥലം ഇതിൻ്റെ ബൗണ്ടറി PW റോഡിലാണ്. അപ്പോൾ അതിൻ്റെ ഭയാനകത, അതിൻ്റെ അപകടാവസ്ഥ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വളയമൂച്ചിയിൽ നിന്ന് മൗണ്ടറി റോഡിലേക്ക് പോകുന്ന PW റോഡിൻ്റെ അതിര് ഈ സ്ഥലമാണ്. അപ്പം 4 പുറം വീടുകൾ, പ്രത്യേകിച്ചും കോളനി പ്രദേശങ്ങൾ വരെയുള്ള ഈ സ്ഥലത്ത് കുട്ടികളും വൃദ്ധരും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഏരിയയുടെ ഈ ഏരിയയിൽപ്പെട്ട ഈ സ്ഥലത്ത് ഇത്രയും അപകടകരമായ ഒരവസ്ഥയിൽ ഈ വവ്വാലുകളുടെ ഒരു ലക്ഷക്കണക്കിന് ആവാസ കേന്ദ്രം നിലനിർത്തുന്നത് ഇന്നേ വരെ ഭരണാധികാരികളുടെയോ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പെടണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. പ്രത്യേകിച്ചും നിപ്പ വൈറസ് സ്ഥിരീകരിച്ച ഈ സാഹചര്യത്തിൽ നിപ്പ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയുടെ ബോർഡറായിട്ടാണ് ഈ ഏരിയ വരിക. പാലം ഇങ്ങോട്ട് കടന്നാൽ പാലക്കാട് ജില്ലയും, പാലം കടന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയായി. അപ്പോൾ പാണ്ടിക്കാടായാലും അതേമാതിരി ഈ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾക്ക് അധികം ദൂരമൊന്നുമില്ല. ഈ വവ്വാലുകൾക്ക് അവിടെയും പോവാം, ഇവിടെയും അവിടുന്ന് ഇങ്ങോട്ടും വരാം. അപ്പോൾ ഏറ്റവും വളരെയധികം അപകടകരമായ ഈ അവസ്ഥയെ ഒന്ന് ശ്രദ്ധയിൽ പെടണം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ആരോഗ്യവകുപ്പിൻ്റെ. നെൽവയൽ നികത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് KSKTU പാലക്കാട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരത്ത് നടന്നു വന്ന സമ്മേളനം ഭാരവാഹി തിരഞ്ഞെടുപ്പോടെ സമാപിച്ചു. ലൈഫ് ഭവന പദ്ധതിയിലെ വീഴ്ചകൾ പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. നെൽവയൽ സംരക്ഷണ നിയമം നിലനിൽക്കെയാണ് വ്യാപകമായി നെൽവയൽ നികത്തുന്നത്. കേരളത്തിൽ നെല്ലുൽപാദനം കുറഞ്ഞുവരുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഭൂമാഫിയകൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അനധികൃതമായി നെൽവയലുകൾ നികത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. വിവിധ കാരണങ്ങളാൽ പൂർണ്ണമായും നടപ്പിലാക്കാനാകാത്ത ലൈഫ് പാർപ്പിട പദ്ധതി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. 2-ാം ദിവസം സമ്മേളനത്തിൽ പൊതുചർച്ച, മറുപടി എന്നിവ നടന്നു. 60 അംഗ ജില്ലാ കമ്മിറ്റിയെയും 53 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി TN കണ്ടമുത്തൻ, വൈസ് പ്രസിഡന്റുമാരായി TC കുഞ്ഞുമോൾ, T ഗോപാലകൃഷ്ണൻ, S രാധാകൃഷ്ണൻ, P അരവിന്ദാക്ഷൻ, സെക്രട്ടറിയായി V ചന്താമരാക്ഷൻ, ജോയിന്റ് സെക്രട്ടറിമാരായി VK ചന്ദ്രൻ, MT ജയപ്രകാശ്, R ശിവപ്രകാശ്, S ശൈലജ, ട്രഷററായി P മമ്മിക്കുട്ടി എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. KK ദിനേശൻ, E ജയൻ, V ചന്താമരാക്ഷൻ, KD പ്രസേനൻ, M ഹംസ, V പ്രജീഷ് കുമാർ, PV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഒരു മുന്നണി സംവിധാനത്തിൽ വിജയം പോലെ പരാജയവും പങ്കിടണമെന്ന് NCP സംസ്ഥാന ട്രഷറർ PY കുഞ്ഞുമോൻ നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് പട്ടാമ്പി ബ്ലോക്ക് കൺവെൻഷൻ വല്ലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മുന്നണി സംവിധാനത്തിൽ വിജയം വരിക്കുമ്പോൾ കൂട്ടായ പ്രവർത്തന നേട്ടമാണെന്നും പരാജയപ്പെടുമ്പോൾ ഒരു പാർട്ടിയുടെയും നേതാവിൻ്റെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് രാഷ്ട്രീയ സദാചാരമല്ലെന്നും PY കുഞ്ഞുമോൻ പറഞ്ഞു. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ ബാധിച്ചതെന്നിരിക്കെ മറ്റെല്ലാ വിവാദങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാതൃസംഘടനയ്ക്ക് ശക്തി കൂട്ടേണ്ട ഒരു സംഘടനയാണ്. നിർഭാഗ്യവശാൽ വനിതാ സംഘടനയും യൂത്ത് കോൺഗ്രസും NYCയും ഇപ്പോൾ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. NMCയിലുള്ള എല്ലാ സ്റ്റേറ്റ് ലീഡേഴ്സും നല്ല സ്ത്രീകളാണ്, നല്ല വിവരമുള്ളവരാണ്, നല്ല സംഘടനാ വൈഭവമുള്ളവരാണ്. പക്ഷേ അത് ഉയരുന്നില്ല.
അതൊരു സലോമി ടീച്ചറോ ഒരു അനിത കുന്നത്തോ ഒരു രജനി വക്കീലോ ആരും വിചാരിച്ചാൽ ഉയരുന്നതല്ല. ഒരു കൂട്ടായ പ്രവർത്തനം മാതൃസംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ, ഇപ്പം ഈ യോഗത്തിൽ ഐഷാബാനോടും രജനോടും ഒരു പാർട്ടി നേതാവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ പാർട്ടി നേതാവിൻ്റെ പങ്ക് എന്താണ് വനിതയ്ക്ക് വേണ്ടിയത്? ശരിയായ ചോദ്യമാണത്. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ജില്ലയിലോ ഞങ്ങളുടെ ബ്ലോക്കിലോ വനിതകളെ സംഘടിപ്പിക്കാനോ വനിതകൾക്ക് മാർഗം കാണിച്ചു കൊടുക്കാനോ ഞങ്ങളൊന്നും തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് വനിതാ സംഘടന നിർജീവമായി പോകുന്നത്. NMC ബ്ലോക്ക് പ്രസിഡന്റ് രജനി ഗോപാൽ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. CM സലോമി ടീച്ചർ, അഡ്വക്കേറ്റ് KV രാജി, P മുജീബ് റഹ്മാൻ, PK ശ്രീജ ടീച്ചർ, കാപ്പിൽ ആയിഷ ബാനു, N പാർവതി, T രമ്യ അനൂപ്, അമ്മു, KV രജിന റഹ്മാൻ, KP അബ്ദുറഹ്മാൻ, P സുന്ദരൻ, T അനൂപ്, KMA ഖാദർ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാൻ ചെട്ടിക്കാട്ട് അരിയൂർ തോടിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. മഴ പെയ്താൽ നിലവിലെ നടപ്പാലത്തിൽ വെള്ളം കയറുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപകട ഭീഷണിയാണ്. കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ നിന്ന് പാലം വരെ റോഡുണ്ട്. കോട്ടപ്പാടം പഞ്ചായത്തിലെ അമ്പാഴക്കോട് നിന്ന് പാലത്തിന്റെ സമീപം വരെയും റോഡുണ്ട്. നിലവിലെ നടപ്പാലത്തിലൂടെ മഴയില്ലെങ്കിൽ ഇരുചക്രവാഹനങ്ങൾക്ക് കടന്നുപോകാം. മദ്രസ സ്കൂൾ വിദ്യാർത്ഥികൾ ഈ പാലത്തിലൂടെയാണ് മറുകര കടക്കുന്നത്. തോട്ടിൽ വെള്ളമുയർന്നാൽ നടപ്പാലം വെള്ളത്തിലാകും. മഴക്കാലത്ത് വിദ്യാർത്ഥികളെ പാലത്തിലൂടെ കടത്തിവിടാൻ ഭയമാണ്. സ്കൂൾ ബസ് കടന്നുപോകാവുന്ന വിധത്തിൽ വീതിയുള്ള പാലം വേണമെന്ന് നാട്ടുകാർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. പലതവണ സർവേ നടത്തിയെങ്കിലും പുതിയ പാലം നിർമ്മാണം എവിടെയും എത്തിയില്ല. മഴക്കാലത്ത് പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനമായി വരുന്നവർ മഴ പോകുന്നതോടെ അത് മറക്കുന്ന സ്ഥിതിയാണ്. കോട്ടപ്പാടം കുമരമ്പത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിന് ചെട്ടിക്കാട്ട് പാലം വേണമെന്ന് കുമരമ്പത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം നൗഫൽ തങ്ങൾ പറഞ്ഞു. കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ നിന്ന് കോട്ടപ്പാടം പഞ്ചായത്തിലെ അമ്പാഴക്കോട് എത്താൻ എളുപ്പവഴിയാണിതെന്നും നൗഫൽ തങ്ങൾ പറഞ്ഞു. നമ്മുടെ 1-ാം വാർഡ് മുതൽ ഏകദേശം ഈ ഭാഗത്തേക്ക് അരിയൂർ പാലം വരെ വരുമ്പോൾ 15-ാം വാർഡ് വരെ വരുന്ന പ്രദേശങ്ങൾ, ഇപ്പോൾ ഇവിടെ തന്നെ കുമരമ്പത്തൂർ പഞ്ചായത്തിൻ്റെ 18-ാം വാർഡും 15-ാം വാർഡും വരുന്ന ഭാഗമാണ്. കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ചെട്ടിക്കാട് പ്രദേശമാണ്. തൊട്ടപ്പുറത്ത് ഈ പാലത്തിനപ്പുറം കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അമ്പായക്കോട് പ്രദേശമാണ്. കണ്ടമംഗലം അരിയൂർ റോഡിൻ്റെ പ്രധാന ഭാഗം. പണ്ട് കാലങ്ങൾ മുതലേ ഈ പ്രദേശത്തുള്ള രണ്ട് കരക്കാർക്കും തമ്മിൽ പ്രധാനമായും ബന്ധപ്പെടാനുണ്ടായിരുന്ന ഒരു നടപ്പാലം നടവഴി പണ്ട് കവുങ്ങും തെങ്ങുമൊക്കെ കൂട്ടിയിട്ടിട്ട് ആളുകൾ അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ പിന്നീട് ഏകദേശം 2000-ലാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ വരുന്നത്. ഇപ്പം നമുക്ക് ഗ്രാമീണ തലത്തിൽ അനുയോജ്യമായ ഒരു പാലവും ഒരു റോഡും ഈ രണ്ട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിൽ അത് ഈ പ്രദേശത്തുകാർക്ക് രണ്ട് പഞ്ചായത്തിലെ അടുത്ത പ്രദേശമായി നമ്മുടെ സഞ്ചാരയോഗ്യമാവുകയാണെങ്കിൽ വലിയ ഗുണമാകും. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇടപെടലൊക്കെ നമ്മുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ തൊട്ട് MLA ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ പദ്ധതികൾ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു വിശാലത ഈ പ്രദേശത്തിനില്ല. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അനുയോജ്യമായി ബന്ധിപ്പിക്കുന്ന രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കാൻ കഴിയുന്ന റോഡും പാലവും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവി ജനതയ്ക്ക് വലിയ ഗുണകരമാവും. നിലവിലെ നടപ്പാലം ചെറുതായതിനാൽ ഇതിലൂടെ പോകാൻ ഭയമാണെന്ന് പാലത്തിന് സമീപം താമസിക്കുന്ന 6ാം ക്ലാസ് വിദ്യാർത്ഥിനി AP അൻഷ പറഞ്ഞു. മഴ പെയ്താൽ പാലം വെള്ളത്തിലാവും. മഴക്കാലമായാൽ മിക്ക ദിവസങ്ങളിലും സ്കൂളിൽ പോകാൻ കഴിയാറില്ല. അടിയന്തരമായി വലിയ പാലം നിർമ്മിക്കാൻ നടപടി വേണമെന്നും അൻഷ പറഞ്ഞു. പഠിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ പാലം ചെറുതാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ മദ്രസിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ പോകാനൊക്കെ നല്ല പേടിയാണ് സ്കൂളിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ലീവ് എടുക്കേണ്ടൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി സഹായിക്കണം. അക്കരയുള്ള പുറ്റാനിക്കാട് സ്കൂളിൽ പോകുന്ന ധാരാളം കുട്ടികൾ ഇക്കരയിലുണ്ട്. സ്കൂൾ ബസ് പോകാൻ കഴിയുന്ന വിധത്തിൽ ഒരു പാലം വേണം. മാത്രമല്ല അക്കരയുള്ള പള്ളിയിലേക്ക് പോകുന്നവരും ഇക്കരെ താമസിക്കുന്നുണ്ട്. മരിച്ചാൽ മൃതദേഹം കൊണ്ടുപോകാൻ പോലും പ്രയാസമാണെന്നും പ്രദേശവാസി TG ഗോപി പറഞ്ഞു. ഇത് തരിശ് റോഡെന്ന് പറയുന്നത്. ഈ തരിശ് റോഡിൽ നിന്ന് അക്കരെ കോട്ടപ്പാടം പഞ്ചായത്തിലേക്ക് കടക്കാനുള്ള ഒരു പാലമാണ് ഇവിടെ വേണ്ടത്. ഈ പാലത്തിലൂടെ നിരവധി കുട്ടികൾ സ്കൂളിലും, അതായത് അക്കരെ പുറ്റാനിക്കാട് സ്കൂളിലും മദ്രസിലും പോകുന്നുണ്ട്. അപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഈ വെള്ളത്തിൽ പെടാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഇത് കുറച്ചുകൂടി ഒരു
1.5 അടി ഉയരം വെച്ചുകൊണ്ട് ഒരു സ്കൂൾ ബസ് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. മാത്രമല്ല ഇവിടെ ആരെങ്കിലും അക്കരെ പള്ളിയിലുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ മരണപ്പെട്ടു പോയാൽ അവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനൊരു വാഹനമുണ്ടെങ്കിൽ അതൊരു സൗകര്യമാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി നടത്തുന്ന ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രാഥമിക യോഗം ചേർന്നു. ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. കെ പ്രേംകുമാർ MLA, പി മമ്മിക്കുട്ടി MLA എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. തദ്ദേശ ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഫോറസ്റ്റ്, KSEB, വാട്ടർ അതോറിറ്റി, PWD, കിഫ്ബി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എത്രയും വേഗം ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും പ്രവൃത്തി ആരംഭിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. ഇവിടെ ഇങ്ങോട്ടുള്ളതാണ്, ഒറ്റപ്പാലത്ത് ഇങ്ങോട്ടുള്ളതാണ് 11 കിലോമീറ്റർ. 0 to 11 ആണ് നമുക്ക് വർക്ക് അടിയന്തരമായിട്ട് തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങാന്ന് പറഞ്ഞാൽ നല്ല കാലവർഷമുള്ളപ്പോൾ ടാറിങ് തുടങ്ങാൻ പറ്റില്ല. ടാറിങ് അല്ലേനും ആദ്യം ചെയ്യുക. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ കൺട്രക്ട് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളാണ് ചെയ്യുക. വർക്ക് അടിയന്തരമായിട്ട് ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള കാര്യത്തിന് വേണ്ടിയാണ് യോഗം. ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ റോഡ് വർക്ക് തുടങ്ങാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സാറുമായിട്ട് സംസാരിച്ച് അങ്ങനെ മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടി വന്നത്. അതിൽ ഇപ്പം നമുക്ക് നിലവിലുള്ള ഒരു കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വാട്ടർ അതോറിറ്റി, KSEB, പഞ്ചായത്ത് ഈ 3-നുള്ള പൈസ നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു. കാരണം അവർക്ക് ഇതിനകത്ത് വർക്ക് തുടങ്ങണമെങ്കിൽ നമ്മുടെ മരങ്ങളാണ് തടസ്സമായിരിക്കും. ആ മരങ്ങളുടെ ഒരു വാല്യുവേഷനെ സംബന്ധിച്ചൊരു ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവസാനിക്കാമെന്ന് തോന്നുന്നു. ആ ഒരു കൺഫ്യൂഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ ഈ വാല്യുവേഷൻ കിട്ടി നമുക്ക് ടെൻഡർ നടപടിയിലോട്ട് പോകണം. അത് ഇപ്പം പഴയ കണക്കല്ല, ട്രഡീഷണൽ ആ സിസ്റ്റമൊക്കെ മാറി നമ്മൾ MSTC വഴിയാണ് ടെൻഡർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കൺസേൺ ഉണ്ട്. ആ ഭാഗം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാം. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചും തുടർ നടപടികളെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക യോഗം ചേർന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. അപകടം വരാത്ത നിലയിൽ കാലവർഷക്കെടുതിയെയും അതിജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പോഴുണ്ടായ കാലവർഷത്തെ തുടർന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ നിലവിൽ മരണം ഉണ്ടായിട്ടില്ല. പക്ഷെ മരണമുണ്ടായ പ്രദേശങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ട്. ആളപായമില്ലാതെ, വലിയ അപകടമില്ലാതെ, പ്രയാസമില്ലാതെ നമുക്ക് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ മുന്നോട്ട് പോകാൻ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നമുക്ക് പെട്ടെന്ന് വരുത്താനാവുക, അതിന് ഏത് നിലയിലുള്ള ഏകോപനമാണ് നമുക്ക് സാധ്യമാക്കാനാവുക എന്നതിനെ സംബന്ധിച്ച് വളരെ പ്രായോഗികമായി പെട്ടെന്ന് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ C. രാജിക, K. സുരേഷ്, P. ശാസ്ത്രകുമാർ, KM ഹനീഫ എന്നിവരും മറ്റ് ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പരിധികളിൽ ജീവന് അപകടകരമായ മരങ്ങൾ പ്രാധാന്യത്തോടെ മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ചുമതല നൽകി. കാലവർഷക്കെടുതികളിൽ തകർന്ന റോഡുകൾ കോറിവേസ്റ്റിട്ട് ഗതാഗത യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലാ അവലോകന യോഗത്തിന്റെ തുടർച്ചയായാണ് മണ്ഡലം അവലോകന യോഗം ചേർന്നത്. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട യോഗമാണ് ചേർന്നത്. ജില്ലാതലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള ശ്രീ K. കൃഷ്ണൻകുട്ടി നേരിട്ടും ശ്രീ MB രാജേഷ് ഓൺലൈനായും പങ്കെടുത്ത യോഗത്തിന്റെ തുടർച്ചയിലാണ് ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ യോഗം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നത്. യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം, സ്വകാര്യ വ്യക്തികൾ ഗ്രാമപഞ്ചായത്തുകളിൽ നൽകിയിട്ടുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള അപേക്ഷകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാനും മുറിച്ചു മാറ്റേണ്ടവ അത് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിമാർ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേതായി, തകർന്ന റോഡുകൾ, അതിൽ തൽക്കാലം ഈ സമയത്ത് നമുക്ക് ടാറിംഗ് പ്രവൃത്തി കഴിയില്ല. വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ കോറിവേസ്റ്റ് ഇട്ട് റിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മറ്റൊന്ന്, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള PWD റോഡുകൾ ഉൾപ്പെടെ അതിന്റെ വെള്ളം കെട്ടി നിൽക്കുന്ന അത്തരം പ്രദേശങ്ങൾ ഏതെങ്കിലും നിലയിൽ അപകടം വരാവുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി തന്നെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഈ നിലയിലാണ് പൊതുവിൽ യോഗത്തെ കണ്ടിട്ടുള്ളത്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് S. കൃഷ്ണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട നിയമം സമഗ്രമായി നടപ്പിലാക്കുക, അന്യായമായ ഒഴിപ്പിക്കൽ നടപടികൾ അവസാനിപ്പിക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി S. കൃഷ്ണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഈ മേഖലയിലുള്ള തൊഴിലാളികളായിട്ട് കാണണം.
ഈ മേഖലയിലുള്ള തൊഴിലാളികളെ അനുഭവിക്കുന്ന കടുത്ത ചൂഷണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ മേഖലയിലുള്ള ചില സംഘടനകള്, ചില വ്യക്തികള് കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് പറഞ്ഞത്, വഴിയോരത്ത് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികൾ അവര് തൊഴിലാളികളാണ്, അവർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, ഈ സമൂഹത്തിന് ആവശ്യമായ സംഭാവന ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഈ മേഖലയിലുള്ള തൊഴിലാളികളായിട്ട് പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഏരിയ പ്രസിഡന്റ് APM റഷീദ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KV സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P സുനിൽകുമാർ, C ഉണ്ണികൃഷ്ണൻ, മുനിസിപ്പൽ പ്രസിഡന്റ് MIAA റസാഖ്, സംസ്ഥാന കമ്മിറ്റി അംഗം K അബൂട്ടി തുടങ്ങിയവരും സംസാരിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരങ്ങളിലെ മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. നാട്ടുകൽ അണ്ണാൻതൊടിയിലെ കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങളാണ് പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. അപകടം വരുത്തിവെക്കരുതെന്ന മുന്നറിയിപ്പുമായി പ്രദേശവാസികൾ. അണ്ണൻതൊടി പാലോട് റോഡിൽ 53-ാം മൈൽ വരെയുള്ള ഭാഗങ്ങളിലെ മരങ്ങളുടെ ശിഖരങ്ങളാണ് പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. കാറ്റും മഴയും സജീവമായതോടെ കൊമ്പുകൾ പാതയിലേക്ക് വീഴുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഗുൽമോഹർ, വാഗ തുടങ്ങിയ മരങ്ങളാണ് കൂടുതലും. ഇവയ്ക്ക് ഉറപ്പ് തീരെ കുറവാണെന്നും ഏതു നിമിഷവും നിലംപതിക്കുമെന്നും ആളുകൾ പറയുന്നു. ഓരോ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളും നിരവധി കാൽനട യാത്രക്കാരുമാണ് ഈ മരങ്ങൾക്ക് ചുവട്ടിലൂടെ കടന്നു പോകുന്നത്. അപകടം വരാൻ കാത്തുനിൽക്കാതെ കൊമ്പുകൾ മുറിച്ചു മാറ്റാനുള്ള നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശത്തുകാരുടെയും ആവശ്യം. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാന്ത്വന സഹായ വിതരണവും സാന്ത്വന കൂട്ടായ്മ സംഗമവും സംഘടിപ്പിച്ചു. K പ്രേംകുമാർ MLA സഹായം വിതരണം ചെയ്തു. ഷൊർണൂർ യൂണിറ്റ് അംഗമായിരുന്ന മരണപ്പെട്ട അജയ്കുമാറിന്റെ കുടുംബത്തിനാണ് സഹായം കൈമാറിയത്. 9,60,100 രൂപയാണ് നൽകിയത്. ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള ഒരു സമൂഹത്തിൽ സർക്കാർ സംവിധാനത്തിന് മാത്രമായി നാം ആഗ്രഹിക്കുന്ന നിലയിൽ സമൂഹത്തിന് പൂർണ്ണമായ സുരക്ഷിതത്വവും സഹായവും കരുതലും നൽകുക എന്നത് നിശ്ചയമായും അത് എത്തിപ്പെടാൻ കഴിയാവുന്ന ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ എത്തുകയാണ് വേണ്ടത്. എന്നാൽ എത്താത്ത ഇത്തരം മേഖലകളിലേക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഒരു തൊഴിൽ മേഖലയിൽ കൃത്യമായി ചെലവിട്ടവർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതായി മാറുന്ന ഒരു സന്ദർഭത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ആശ്വാസമെങ്കിലും നൽകാൻ, അവർക്ക് ആത്മവിശ്വാസം നൽകാൻ, അവരെയും ഈ സമൂഹത്തിൽ തുടർന്നും ജീവിക്കാൻ അവർക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകാനുള്ള ഏറ്റവും നല്ല ഒരു ഇടപെടലായിട്ടാണ് ഈ സാന്ത്വന പരിപാടിയെ കാണുന്നത്. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പ്രകാശ് സൂര്യ, സംസ്ഥാന വെൽഫെയർ കമ്മിറ്റി അംഗം KK സന്തോഷ്, സ്വാതന്ത്ര്യ ജില്ലാ ട്രഷറർ ഉണ്ണി ഡിസയർ, സംസ്ഥാന ക്ഷേമനിധി കോർഡിനേറ്റർ ബാബു അലിയാസ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മണികണ്ഠൻ മുളയങ്കാവ്, സുകുമാരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലത്തീഫ്, ജില്ലാ വെൽഫെയർ കൺവീനർ രാജേഷ് കല, മേഖലാ സ്വാതന്ത്ര്യം കോർഡിനേറ്റർ മാധവൻ കൂനത്തറ, അനിത, മേഖലാ സെക്രട്ടറി നവീൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണുക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. കർക്കിടക മാസം 6 ഞായറാഴ്ച ദിവസമാണ് ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നത്. ആദ്യമായാണ് ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നത്. ക്ഷേത്രം തന്ത്രി എടത്തറ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി,
മേൽശാന്തി തത്തമംഗലത്തുമന അർജുനൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ 5:30 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൂറ്റനാട് വിഷ്ണു എന്ന ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് ഗജപൂജ നടത്തി. രാവിലെ 8:30 മണിയോടെ നടന്ന ആനയൂട്ടിൽ ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ, തിരുവനന്തപുരം ഉമാദേവി എന്നീ ആനകളെ ഭക്തർ ഓരോരുത്തരായി ഊട്ടി. ക്ഷേത്രപ്പറമ്പിൽ ചെറുപ്പുളശ്ശേരി ശ്രീജിത്ത് സംഘത്തിന്റെ പഞ്ചാരിമേളവും അരങ്ങേറി. വന്ന ഭക്തർക്കെല്ലാം പ്രസാദ ഭക്ഷണവും നൽകി. ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ നിരവധി ഭക്തരാണ് ആനമങ്ങാട് മഹാദേവമംഗലം ക്ഷേത്രത്തിൽ എത്തിയത്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. നന്ദിലത്ത് ഗോപി കണ്ണൻ പ്രത്യക്ഷ ഗണപതിയായി. തന്ത്രി പടിഞ്ഞാറെ നെടുമ്പള്ളി മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരി, ഈക്കാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നെടുമംഗല്യ പൂജ, കാര്യസിദ്ധി പുഷ്പാഞ്ജലി, പ്രസാദവൂട്ട് എന്നിവയും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെൻഷൻ, ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് വിഷരഹിത പച്ചക്കറി തൈകളുടെ വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KV ആയിഷത്ത് സുഫൈന അധ്യക്ഷത വഹിച്ചു. KV നാസർ, അഷ്റഫ് TK, ഹനീഫ ഹാജി, അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു സംവിധാനം ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത് യാറം പ്രദേശത്ത് 14-ാം വാർഡിലാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി തൈ വിതരണം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ വാർഡുകളിലേക്കും ഏകദേശം 2000-ഓളം തൈകൾ നൽകിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പരിപാടി നടത്തുന്നത്. ആദ്യഘട്ടം എന്നുള്ള രൂപത്തിൽ 1600 തൈകൾ മുളകും അതുപോലെ തന്നെ തക്കാളിയും പയറും അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഏറ്റവും അത്യാവശ്യമായ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിനാസർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ. വാണിജ്യ വാർത്തകൾ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കി പാവപ്പെട്ടവർക്ക് ആശ്വാസമായി മാറിയ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ ആനമങ്ങാടും തുറന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിപണിയേക്കാൾ 50% മുതൽ 90% വരെയാണ് ജൻ ഔഷധിയിൽ മരുന്നുകൾക്ക് വില കുറവ്. പാവപ്പെട്ടവർക്ക് മിതമായ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കി രാജ്യത്തുടനീളം പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഏവർക്കും താങ്ങാവുന്ന നിരക്കിൽ ഇംഗ്ലീഷ് മരുന്ന് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്തു വരുന്നു. ഇതിന്റെ പുതിയ ഔട്ട്ലെറ്റാണ് ആനമങ്ങാട് തുറന്നത്. ആനമങ്ങാട് VT ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും മരുന്നുകളും മരുന്നു കമ്പനികളും എന്ന് പറയുന്നത് കോടികൾ ലാഭം കൊയ്യുന്ന ഒരു വലിയ കച്ചവട മേഖലയാണ്. അതിൽ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇതുപോലെയുള്ള ജൻ ഔഷധി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെ ജനറിക് മെഡിസിനുകൾ കിട്ടുന്ന മരുന്ന് ഷോപ്പുകളിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. അതേ കുറിപ്പ് നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും പ്രൈവറ്റ് അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഒരു പുറത്ത് നമുക്ക് കിട്ടുന്ന ഒരു മരുന്നിൻ്റെ 10% വില കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ജനറിക് മെഡിസിൻ നിങ്ങൾക്ക് ലഭ്യമാവും.
വളരെ കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാകുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ ആനമങ്ങാട് പോലെയുള്ള ഒരു നാട്ടിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇവരുടെ ഈ ഒരു സേവനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രാജേഷ്, സി ബാലസുബ്രഹ്മണ്യൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PM ഷംസാദ് അലി, N പീതാംബരൻ, EP അയ്യൂബ്, EV ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ജനൌഷധി കേന്ദ്രങ്ങൾ ജീവൻ രക്ഷാ മരുന്നുകളും അതുപോലെ തന്നെ പൊതു ഔഷധങ്ങളും ഒക്കെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന തരത്തിലേക്ക് മെഡിക്കൽ മേഖലയിൽ മാറ്റം വന്നു. അത് ആശ്വാസകരം തന്നെയാണ്. ജനൌഷധി കേന്ദ്രങ്ങളിൽ കിട്ടുന്ന മരുന്നുകളെ സംബന്ധിച്ചൊക്കെ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചൊക്കെ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ടാകാം. സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ എന്തായാലും ആവശ്യമായ മരുന്നുകൾ മിതമായ വിലയ്ക്ക് ലഭ്യമാകുന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിൽ തർക്കമില്ല. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ പൊതുവിപണിയേക്കാൾ 50% മുതൽ 90% വരെ വിലക്കുറവിലാണ് ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളിലൂടെ നൽകി വരുന്നത്. അങ്ങാടിപ്പുറം സ്വദേശി KS രഞ്ജിത്താണ് ആനമങ്ങാട് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ കൊണ്ടുവന്നത്. നമുക്ക് സാധാരണ ആളുകൾക്ക് താങ്ങാവുന്ന നിലയിലുള്ള ഗുണമേന്മയുള്ള മരുന്നുകൾ സാധാരണ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ജൻ ഔഷധി കേന്ദ്ര എന്നുള്ള ഒരു സംരംഭം നമ്മൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്കിപ്പോൾ നമ്മൾ 50 മുതൽ 90% വരെ വിലക്കുറവിലാണ് നമ്മൾ സാധാരണ ആളുകളിലേക്ക് മെഡിസിൻസുകൾ എത്തിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ NABL അക്രഡിറ്റേഷനുള്ള ലാബുകളിൽ നിന്ന്, അതേപോലെ GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസുള്ള കമ്പനികളിൽ നിന്നാണ് നമുക്ക് മെഡിസിൻസ് മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. പിന്നെ നമുക്ക് മരുന്നുകളുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഷുഗർ ചെക്ക് ചെയ്യുന്ന ഗ്ലൂക്കോമീറ്റർ 525 രൂപയാണ് നമുക്ക് അതിന് റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഹോർലിക്സ്, ബൂസ്റ്റ് അതിനൊക്കെ പകരം വരുന്ന നമുക്കൊരു പോഷൻ എന്ന് പറഞ്ഞ ഐറ്റം വരുന്നുണ്ട്. നമുക്ക് 180 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അഡൽട്ട് ഡയപ്പറുകളുണ്ട്. നമുക്ക് 10 രൂപയ്ക്ക് 10 പാഡ്, അതായത് പെർ റുപ്പീസ് 1 രൂപയ്ക്ക് 1 പാഡ് എന്ന നിലയിലാണ് നമ്മളിപ്പോൾ അതും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് സാധാരണ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ഇത്രയും വിലക്കുറവുകളാണ് നമ്മളിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കേന്ദ്ര സർക്കാർ സംരംഭമായതിനാൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള മരുന്നുകൾ തന്നെ ഉറപ്പുവരുത്തുന്നു. NABL അംഗീകൃത ലബോറട്ടറികളിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമാണ് ജൻ ഔഷധി സ്റ്റോറുകളിൽ മരുന്നുകൾ എത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ മരിച്ചു. ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. വൈദ്യുതാഘാതമേറ്റ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ 3 മരണം. പാറക്കണ്ണിയിൽ പിതാവും മകനും കൃഷിയിടത്തിൽ മോട്ടോറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. ഒടമലയിൽ ചക്ക പറിക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. നിപ്പ ഭീതി തുടരുമ്പോൾ ആശങ്കയായി വവ്വാൽ കൂട്ടങ്ങൾ. തച്ചനാട്ടുകര കിഴക്കുംപുറം ഗ്രാമത്തിൽ വർഷങ്ങളായി തമ്പടിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വവ്വാലുകൾ. നെല്ലായ വളയംമുച്ചിയിലും വവ്വാൽ ശല്യം. നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. നെൽവയൽ നികത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് KSKTU പാലക്കാട് ജില്ലാ സമ്മേളനം. ലൈഫ് ഭവന പദ്ധതി കാര്യക്ഷമമാക്കണമെന്നും ആവശ്യം. ശ്രീകൃഷ്ണപുരത്ത് നടന്നു വന്ന സമ്മേളനം സമാപിച്ചു. കുമരമ്പത്തൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചെട്ടിക്കാട് അരിയൂർ തോടിന് കുറുകെ പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. മഴ പെയ്താൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നേരിടുന്നത് വലിയ യാത്രാക്ലേശം. പലതവണ സർവേ നടത്തിയിട്ടും പാലം നിർമ്മാണം വാഗ്ദാനത്തിൽ ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി. ഒരു പാർട്ടിയുടെയും നേതാവിന്റെയും തലയിൽ കെട്ടിവെക്കുന്നത് രാഷ്ട്രീയ സദാചാരമല്ലെന്ന് NCP സംസ്ഥാന ട്രഷറർ PY കുഞ്ഞുമോൻ. ഒരു മുന്നണി സംവിധാനത്തിൽ വിജയം പോലെ പരാജയവും പങ്കിടണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.